ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രാക്ഷൻ്റെ കുറച്ച് ബേസിക്സ് ആണ്. ഫ്രാക്ഷൻസ് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. രണ്ട് സിമ്പിൾ ഫ്രാക്ഷൻസ് തന്നെ ആദ്യം കൂട്ടാം. 1/3 പ്ലസ് 1/4 ചെയ്യാനുള്ളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 4 × 1 4, സൈൻ പ്ലസ് ആണ്, അതുകൊണ്ട് ഇവിടെ പ്ലസ്. 3 × 1 3 ഇവിടെ എഴുതി, ഡിവൈഡഡ് ബൈ 3 × 4 12 വിച്ച് ഈസ് ഈക്വൽ ടു 7/12. ഇങ്ങനെയാണ് രണ്ട് ബേസിക് ഫ്രാക്ഷൻസ് കൂട്ടുന്നത്. ഇനി അതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആകുകയാണെങ്കിൽ 2 1/3 പ്ലസ് 1/6 അതിലേക്ക് വരുന്ന സമയത്ത് ഇതിനെ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കണം. സിമ്പിൾ ഫ്രാക്ഷൻ ആക്കുന്നത് ഇവിടുത്തെ ഡിനോമിനേറ്റർ ഇൻറ്റു ഈ നമ്പർ പ്ലസ് ന്യൂമറേറ്റർ. അതായത് 3 × 2 6, 6 + 1 7, 7/3 പ്ലസ് 1/6. ഇനി സാധാ പോലെ ചെയ്യുക. 6 7s are 42, 3 1s are 3, 3 6 are 18. അപ്പോൾ 45/18. ഇതിന് ചെറുതാക്കിയാൽ മതി. ഇങ്ങനെയാണ് കോംപ്ലക്സ് നമ്പേഴ്സിലേക്ക് വരുമ്പോൾ വരുന്നത്. മീൻസ് മിക്സഡ് ഫ്രാക്ഷനായി വരുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്രാക്ഷൻ്റെ സബ്ട്രാക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. രണ്ട് ഫ്രാക്ഷൻസ് ശ്രദ്ധിക്കുക. 1/3 മൈനസ് 1/4 സാധാ പോലെ തന്നെ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ 4 × 1 4 മൈനസ് 3 × 1 3/3 × 4 12 ഈക്വൽ ടു 1/12. സാധാ പോലെ തന്നെയാണ്, പ്ലസ് പോലെ തന്നെ. പ്ലസിൻ്റെ അവിടെ മൈനസ് വരുന്നു, ക്രിയകളിൽ വ്യത്യാസമില്ല. ഇനി രണ്ട് മിക്സഡ് ആയിട്ടുള്ള മീൻസ് മിക്സഡ് ഫ്രാക്ഷൻ വരുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 2 2/3 മൈനസ് 1 1/7 എങ്ങനെയാണ് ഇതിനെ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കുക? സാധാരണ പോലെ ക്രിയ ചെയ്യുക. എക്സാമ്പിൾ 3 × 2 6, 6 + 2 8, 8/3 മൈനസ് 7 × 1 7, 7 + 1 8, 8/7. 7 8s are 56 minus 3 8s are 24, 3 7s are 21. എങ്ങനെ വരും? 32/21. അതാണ് അതിൻ്റെ ആൻസർ. ഇനി നമുക്ക് ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷനിലേക്ക് കടക്കാം. ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വളരെ സിമ്പിളാണ്. മുകളിലുള്ള ന്യൂമറേറ്റേഴ്സ് രണ്ടും ഗുണിച്ചെഴുതുക, താഴെയുള്ള ഡിനോമിനേറ്റേഴ്സ് രണ്ടും ഗുണിച്ചെഴുതുക. എക്സാമ്പിൾ നോക്കാം. 1/3 × 2/7. മുകളിലത്തെ ന്യൂമറേറ്ററുകൾ ഗുണിച്ച് 2, താഴത്തെ ഡിനോമിനേറ്ററുകൾ ഗുണിച്ച് 21. അത്രയേ ഉള്ളൂ. ഇനി അത് മിക്സഡ് ആണെങ്കിൽ അതുപോലെ തന്നെ സാധാരണ പോലെ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കിയിട്ട് ചെയ്താലും മതി. 3 × 1 3 പ്ലസ് 1 4/3 × 7 × 2 14, 14 + 2 16, 16/7 അത്ര വരും 64/21. ഇങ്ങനെയാണ് ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. ഇനി ഡിവിഷനിലേക്ക് കിടക്കാം. ഡിവിഷനിൽ വരുമ്പോഴാണ് പുതിയ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. 1/3 ഡിവൈഡഡ് ബൈ 1/2. ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ആദ്യത്തെ ഫ്രാക്ഷൻ അതുപോലെ തന്നെ വെക്കുക, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഇടുക. രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷൻ തലതിരിച്ച് എഴുതുന്നത്. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര കിട്ടും? 2/3. അതാണ് ഇതിൻ്റെ ആൻസർ, 2/3. ഓക്കെ. ഇനി മിക്സഡ് ഫ്രാക്ഷനാണ് വരുന്നതെങ്കിൽ ഇതുപോലെ തന്നെ ഇതിനെ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കുക. 3 × 1 3 പ്ലസ് 1 4/3 ഡിവൈഡഡ് ബൈ 3 × 2 6, 6 + 2 8/3 ഈക്വൽ ടു 4/3. അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, കിട്ടും 1/2. ഇത്രയാണ് ഫ്രാക്ഷൻ്റെ ബേസിക് കാൽക്കുലേഷൻസ് വരുന്നത്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.